ബിഗ് ബോസിൻ്റെ ലൈവിൽ കണ്ണു നിറഞ്ഞ് കൺഫെഷൻ റൂമിലിരിക്കുന്ന അപ്പാനി ശരത്തിനെയാണ് കാണിക്കുന്നത്. ഇന്നലെ അനുമോള് ശരത്തിനെതിരെ പറഞ്ഞ ഒരൊറ്റ ഡയലോഗാണ് എല്ലാത്തിനും കാരണം. അതായത് നീ ഒറ്റയൊരുത്തൻ കാരണമാണ് ആ പെങ്കൊച്ച് പോയത്, അതായത് ബിൻസി പുറത്തായത് എന്ന് പറഞ്ഞ ഡയലോഗ് ശരത്തിനെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട്. അവിടെയുള്ള പലരും തന്നെ ആ ഒരു ഒറ്റ കാരണം പറഞ്ഞ് വേട്ടയാടുന്നുണ്ട് എന്ന് ശരത്ത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പുറത്ത് വല്ലാത്തൊരു ബാഡ് ഇമേജാണ് ഈ ഒരു സംഭവം കാരണം ശരത്തിന് ക്രിയേറ്റ് ആയത് എന്ന് ശരത്ത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരത്തും ബിൻസിയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, നേരെ മറിച്ച് അവർ തമ്മിൽ അതിൽ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ശരത്തിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് ആ ഒരു കാര്യം പറയുന്നു. അത് മാത്രമല്ല, ബിഗ് ബോസ്, എനിക്ക് എൻ്റെ ഭാര്യയും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ 4 മാസം പ്രഗ്നൻ്റ് ആണ്. അവളുടെ ഒച്ച ഒന്ന് കേട്ടാൽ, എൻ്റെ ഭാര്യയുടെ മക്കളുടെയും ഒച്ച ഒന്ന് കേട്ടാൽ മതി, ഒന്ന് കേൾപ്പിച്ച് തരുമോ? അങ്ങനെ കേൾക്കുവാണെങ്കിൽ ഞാൻ 100 ദിവസം ഇവിടെ നിൽക്കും ബിഗ് ബോസ് എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശരത്ത് തിരിച്ച് പറയുന്നു എങ്കിൽ അവരെല്ലാവരും ഓക്കെ ആണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ശരത്തിന് കുറച്ച് കോൺഫിഡൻസും കൊടുത്ത് കൺഫെഷൻ റൂമിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്തായാലും ഇന്നലെ അനുമോള് പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് ശരത്തിനെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട്, ശരത്തിനെ വല്ലാണ്ട് ഡൗൺ ആക്കുന്നുണ്ട്. എങ്ങനെ റിക്കവറായി വരും എന്ന് നമുക്ക് കണ്ടറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.